Hi, welcome to yet another video of DNA Learning. Is it truly possible? Why is it possible and how is it possible? എൻ്റെ മക്കൾ പഠിക്കുന്നത് എന്തല്ലടാ, റോക്കറ്റ് സയൻസ് അല്ല. Why is it possible? ഇയാൾ വെറുതെ തട്ടി വിടുകയാണോ? നിങ്ങൾ ഒന്നിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കൺസെപ്റ്റ് മക്കൾക്ക് അറിയാം. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ നീറ്റ് ജേർണിയിൽ ഈ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. മക്കളിപ്പം നീറ്റ് കുട്ടികൾക്കിടയിലുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചൂടേറിയിട്ടുള്ളൊരു ചോദ്യമാണ്, ഇനി ഞാൻ നീറ്റ് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ്, എത്ര മണിക്കൂർ പഠിച്ചാലാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ദിവസം ചെയ്താലാണ് എനിക്ക് ഇനി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നിങ്ങനെ ഒരുപാട് നീളുന്ന ഒരു ക്വസ്റ്റ്യൻ നിരയാണത്. അല്ല, ചില കുട്ടികൾ കുറച്ചുകൂടി എക്സ്ട്രീം പോയിട്ടുണ്ടാവും. സാർ എൻ്റെ കയ്യിൽ നിന്നെല്ലാം കൈവിട്ട് പോയി, ഈ പ്രാവശ്യം എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റും തോന്നുന്നില്ല, സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി, ഇനി അടുത്ത കൊല്ലം നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പ്രപ്പോർഷൻ ഓഫ് കുട്ടികളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. മക്കൾ, നിങ്ങൾക്ക് ഇനി വരുന്ന 5 മാസം പഠിച്ചാൽ കിട്ടുമോ, എങ്ങനെ പഠിക്കാമെന്നൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇതിൽ നമ്മൾ ഈ ഒരു കൺസേൺ അഡ്രസ്സ് ചെയ്യുന്നത് 3 തരത്തിലാണ്. ഈസ് ഇറ്റ് ട്രൂലി പോസിബിൾ, വൈ ഈസ് ഇറ്റ് പോസിബിൾ ആൻഡ് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ. സോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, സോ ദാറ്റ് യു പീപ്പിൾ ക്യാൻ ക്രാക്ക് ദിസ് നീറ്റ് ഇറ്റ് സെൽഫ്. ഇനി എൻ്റെ മക്കൾ മനസ്സിലുദ്ദേശിക്കുന്ന ചോദ്യമാണ്, വൈ ഈസ് ഇറ്റ് പോസിബിൾ? ഇയാൾ വെറുതെ തട്ടി വിടുകയാണോ? മക്കളെ, എൻ്റെ മക്കൾക്ക് ഇനി എത്ര ദിവസങ്ങളുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്? 140+ ഡേയ്സ് ഉണ്ട് അല്ലേ? ഇതൊരു 20+ ഡേയ്സ് നമുക്ക് അവസാനം റിവിഷന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മിച്ചം എത്ര ദിവസം ഉണ്ടാ? 120 ഡേയ്സ് ഉണ്ട് അല്ലേ? ഈ 120 ഡേയ്സ് നിങ്ങൾ 8 മണിക്കൂർ പഠിക്കുകയാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, അല്ല സങ്കല്പനല്ല, മിനിമം 8 മണിക്കൂർ എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ 8 മണിക്കൂർ മിനിമം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര മണിക്കൂർ ഉണ്ടടാ? 120 × 8 960 hours ഉണ്ട്. നമുക്ക് എറൗണ്ട് എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? ഒന്നും പഠിക്കാത്ത കുട്ടിക്ക്, ഓക്കെ, ഒരു ചാപ്റ്റർ പോലും പഠിക്കാത്ത കുട്ടിക്ക് എത്രത്തോളം പാഠം ഇനി പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്? 80 പാഠം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഒരു പാഠം 960/80 നോക്കുകയാണെങ്കിൽ ഒരു പാഠത്തിന് എറൗണ്ട് എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂറുണ്ട്. ഇവിടെയാണ് ഒരുപാട് അഡീഷണൽ പോയിൻറ്റ്സ് വരുന്നത്. ഒന്നാമത്തെ അഡീഷണൽ പോയിൻറ്റ്, നിങ്ങൾക്ക് എന്തായാലും 80 പാഠം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അത് നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാം. രണ്ടാമതായിട്ട് എന്തുണ്ട്? എല്ലാ പാഠത്തിനും നിങ്ങൾ ഈക്വൽ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫിസിക്സ് നോക്കുകയാണെങ്കിലും, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏത് നോക്കുകയാണെങ്കിലും കുറേ കുഞ്ഞു പാഠംസ് ഇല്ലേടാ. ഇപ്പോൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ആറ്റംസ്, ന്യൂക്ലിയർ പോലത്തെ പാഠങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കുഞ്ഞു പാഠങ്ങളുണ്ട്. ഈ കുഞ്ഞു പാഠങ്ങൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഈ നേരത്തെ പറഞ്ഞ 12 മണിക്കൂർ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? എക്സ്ട്രാ ഹവേഴ്സ് കിട്ടുന്നുണ്ടോ? സോ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, എന്താടാ, നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. ഇനി ഇതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇവിടെ 2 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തതാണ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് യു ഷുഡ് ഹാവ്. രണ്ടാമതാണ് ദ സ്റ്റഡി പ്ലാൻ ദാറ്റ് യു ഷുഡ് ഹാവ്. ഫസ്റ്റ് ദ ആറ്റിറ്റ്യൂഡ്. എൻ്റെ മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അതറിയില്ല, ഇത് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഒന്നിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കൺസെപ്റ്റ്സിൻ്റെ മക്കൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചേടാ, v = u+at എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് v തരികയാണ്, u തരികയാണ്, a തരികയാണ്, t കണ്ടുപിടിക്കുകയാണ് ചോദിക്കുന്നതെങ്കിൽ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അയ്യേ, ഇതെന്ത് സിമ്പിൾ ക്വസ്റ്റ്യനാണ് അല്ലേ? അതെന്തുകൊണ്ട് അയ്യേ എന്നായി പോയി? കാരണം എൻ്റെ മക്കൾക്ക് അതറിയാം. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാം. സോ അതിനെ അക്നോളജ് ചെയ്യുക, മനസ്സിലാക്കുക. എന്താണ്, എനിക്ക് കുറച്ച് കൺസെപ്റ്റ്സ് പഠിക്കാൻ ബാക്കിയുണ്ട്. അതിനർത്ഥം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ല, മറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളാവാം. അതേ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഉണ്ടാവണം. എന്താണ്, എൻ്റെ മക്കൾ പഠിക്കുന്നത് എന്തല്ലടാ, റോക്കറ്റ് സയൻസ് അല്ല, ഒരിക്കലും അതല്ല. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിൾ എന്നല്ല, മറിച്ച് നിങ്ങൾ അത്രയും സിൻസിയറായിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്സേ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലുള്ളൂ. ഈ 2 മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കണം. ഓക്കെ, ഇനിയാണിത് സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ അത് എഫക്റ്റീവായുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് നിങ്ങൾക്ക് മോഷൻ സ്ട്രീറ്റ് ലൈൻ അത്രയും ടോപ്പ് നോച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ എൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കും. ഞാൻ എഴുതുകയാണ് മോഷൻ സ്ട്രീറ്റ് ലൈൻ 3 ദിവസം എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ആ 3 ദിവസം നമ്മൾ ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പം ഞാൻ തരുന്ന സാധനം എഫക്റ്റീവായുള്ള സാധ്യത കുറവാണ്, ഒന്നാമത്തത്. രണ്ടാമത്, നിങ്ങളൊരു സെൻറ്ററിൽ പഠിക്കുകയാണെങ്കിൽ ആ സെൻറ്ററിന് എന്തുണ്ടാവും? വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ്റെ മേലെ കൂടെ ഞാൻ വേറൊരു സ്റ്റഡി പ്ലാൻ തരുവാണെങ്കിൽ ഇത് രണ്ടും ക്ലാഷായി നിങ്ങൾക്ക് അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പെരുവഴിയിലാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്? എൻ്റെ മക്കളാണ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യടാ, 3 A4 ഷീറ്റ് എടുക്കുക, നല്ല വൃത്തിക്കുള്ള 3 പേജ് എടുക്കുക. ഫിസിക്സിനൊന്ന്, കെമിസ്ട്രിനൊന്ന്, ബയോളജിയിലൊന്ന്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? 2 കോളമാക്കുക. ഒരേ പേജ് നിങ്ങൾ 2 കോളമാക്കുക. അറിയുന്നത്, അറിയാത്തത്.
എന്നിട്ട് ഇത് അറിയുന്നത് നിങ്ങൾക്ക് ഒരു പാഠമാണെങ്കിൽ ആ ഒരു പാഠം അതേപോലെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ഒരു പാഠം ഒരു കുഴപ്പമില്ല, വെറുതെ പകുതിയുള്ള സാധനം എഴുതരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാഠങ്ങൾ മാത്രം അറിയുന്നത് എന്ന് പറഞ്ഞ സാധനത്തിൽ എഴുതുക, അറിയാത്തത് എന്ന് പറഞ്ഞ സാധനം അതേപോലെ എഴുതുക. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിതിനെ ഒരു വീക്ക്ലി ഗോൾ അല്ലെങ്കിൽ മന്ത്ലി ഗോളായിട്ട് മാറ്റുക. ലെറ്റ്സ് സേ നമ്മൾക്ക് ഇപ്പോൾ 25 പാഠം അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിങ്ങനെ അറിയുന്നത് അറിയാത്തതാക്കിയപ്പോൾ എനിക്ക് ഫിസിക്സിൽ 25 പാഠം അറിയില്ല എന്നുള്ള വിധത്തിലായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മനസ്സിൽ ഞാൻ സെറ്റ് ചെയ്യുകയാണ്, ഇനിയുള്ള 100 ദിവസം കൊണ്ട് ഈ 25 പാഠം ഞാൻ സെറ്റാക്കിയിരിക്കും, ഈ 25 ടോപ്പിക്ക് ഞാൻ സെറ്റാക്കിയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആവറേജ് എന്തായിരിക്കും? ആവറേജ് 4 ദിവസം കൊണ്ട് ഞാനൊരു പാഠം സെറ്റാക്കണം. ഇത് ഞാൻ എങ്ങനെ ഫോളോ ചെയ്യാം മക്കളെ? എൻ്റെ ഏത് സെൻറ്ററിലാണോ പഠിക്കുന്നത് ആ സെൻറ്ററിലെ സ്റ്റഡി പ്ലാനൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഇന്ന് മാഗ്നറ്റ്സ് ആൻഡ് മാറ്ററാണ് പഠിക്കുന്നത്. ആ മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ സാറുമാർ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, ഞാൻ എല്ലാ കൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞു. എൻ്റെ കയ്യിൽ സമയം മിച്ചമുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്? എനിക്ക് അറിയാത്ത സാധനം ഞാൻ എന്ത് ആക്കാൻ ശ്രമിക്കുകയാണ്? അറിയുന്നത് എന്ന് പറയുന്ന കോളത്തിലൂടെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഡെയിലി ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് പറ്റണമെന്നില്ല. ലെറ്റ്സ് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് എക്സിലുള്ള പാഠമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം പോലും നിങ്ങൾക്ക് എന്താവില്ല, സമയം മതിയാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വീക്ക്ലി ഗോളോ മന്ത്ലി ഗോളോ ആയിട്ട് നിങ്ങൾ എന്ത് സെറ്റ് ചെയ്യുക? ഈ അറിയാത്ത സാധനത്തിനെ അറിയുന്ന സാധനത്തോട് മാറ്റാൻ വേണ്ടി സെറ്റ് ചെയ്യുക. ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങളുടെ സെൻറ്ററത്തെ സാധനം ഫോളോ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, പ്ലെൻറ്റി ഓഫ് സമയമുണ്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നീറ്റിൽ എത്ര നിങ്ങൾ സ്വപ്നതുല്യമായിട്ട് കാണുന്ന ഒരു കോളേജിൽ കയറിയ എല്ലാ കുട്ടികൾക്കും ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അവർ നീറ്റ് ജേർണിയിൽ ഈ പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ടായിട്ടും പഠിച്ച് തന്നെ കോൺഫിഡൻസ് കുറവായിട്ടും എനിക്കതറിയില്ല ഇതറിയില്ല എനിക്ക് ഈ പ്രാവശ്യം കിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച കുറേ കുട്ടികളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എയിംസ് ഡൽഹിയിലൊക്കെ പഠിക്കുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ജേർണി. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ജേർണി എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വളരെ ശക്തമായതുകൊണ്ട് വളരെ എഫക്റ്റീവായതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലെൻറ്റി ഓഫ് സമയമുണ്ടെന്നും നിങ്ങൾക്ക് ഇപ്രാവശ്യം എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും ഞാൻ അടിവരായിട്ട് പറയുന്നു. സോ ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്, കീപ് ലേണിംഗ്, ബൈ.